ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കാലഘട്ടം ഫീവർ ക്ലിനിക്കുകളുടെ ഒരു കാലഘട്ടവും കൂടിയാണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല സ്പെഷ്യാലിറ്റി ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. വരാൻ പോകുന്ന ജൂൺ ജൂലൈ മാസം ഒരു മെയ് പകുതി കഴിയുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഫീവർ പേഷ്യൻസിനെ ഒരുപാട് ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. വളരെ അധികം സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ട ഫീവർ ക്ലിനിക്കുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗ്രേപ്സ് IDMRൽ. നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ വന്നത്. സോ ഡിജിറ്റലൈസേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നത് പലപ്പോഴും ഫീവർ റിലേറ്റഡ് അല്ലെങ്കിൽ ജനറൽ മെഡിസിനിലേക്കാണ്. ആ ഒരു സീസൺ കടന്നു പോകുമ്പോൾ വന്നുപോയ പേഷ്യൻസിൻ്റെ എണ്ണത്തിൻ്റെ മെജോറിറ്റിയും ഫീവറാണ്. ഓർക്കണേ, ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് നമ്മൾ തുടക്കകാലം മുതൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരുന്നത് ഫീവർ ടൈമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫീവറുകൾ എത്താറുണ്ട്. നമ്മുടെ ബോഡി ഒന്ന് വീക്കായിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റ് ഇൻഫെക്ഷൻസും കൂടെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് ഇത് വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു സമയമാണെങ്കിലും ഒരു ഹോസ്പിറ്റലും പേഷ്യൻസ് സുഖമില്ലാതായി വരണമെന്ന് ആഗ്രഹിക്കാറില്ല. അങ്ങനെ വരുന്നവരിൽ നിന്ന് ഒരുപാട് പണം വാങ്ങുന്നതിന് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാറില്ല. അത്തരത്തിൽ വരുന്ന പേഷ്യൻസിനെ ഏറ്റവും കംഫർട്ടബിളാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നത്. നമ്മുടെ എംപ്ലോയീസും ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ പേഷ്യൻ്റായിട്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നവരാണ്. നമ്മുടെ മുഴുവനും ശ്രദ്ധയും വരുന്നവരെ കൂടുതൽ കംഫർട്ടാക്കുക എന്നതാണ്. ഓൺലൈൻ അപ്പോയിൻമെൻറ്റുകൾ ഈ സമയത്ത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുക്കുക മാത്രമല്ല, അവർക്ക് ടൈം സ്ലോട്ട് ഫിക്സ് ചെയ്യാം. രാവിലെ വന്ന് ടോക്കൺ എടുക്കേണ്ടതുകൊണ്ടാണ് പലരും രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഡോക്ടറെ കാണുന്നത് വരെയൊക്കെ ഇവിടെ ഈ പനിയായിട്ട് ഇരിക്കേണ്ടി വരുന്നത്. അവർ വളരെ കുഴഞ്ഞു പോകും. സോ നമുക്ക് കൃത്യമായും ടൈം സ്ലോട്ട്, നമുക്ക് വരാൻ പറ്റുന്ന ടൈം സ്ലോട്ട് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ആപ്പായി നമ്മുടെ ജി ഹെൽത്തിൽ എടുക്കാൻ പറ്റും. ചിലയിടത്തൊക്കെ അത് വൈറ്റ് ലേബൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ പേരിൽ തന്നെ ജി ഹെൽത്ത് അവൈലബിൾ ആണ്. സോ നമുക്കങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആ സമയത്ത് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മുടെ ഡിജിറ്റൽ ടോക്കൺ സിസ്റ്റം, ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറുടെ OPDയിൽ ഏതെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെ അറിയാൻ പറ്റും. വേണമെങ്കിൽ അല്പം സ്വതന്ത്രമായ ഒരു ഓപ്പൺ ഏരിയയൊക്കെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ, ഒരു പൂന്തോട്ടമൊക്കെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ പേഷ്യൻസിനോട് വെയിറ്റ് ചെയ്യാം ആ ശുദ്ധവായുവൊക്കെ ശ്വസിച്ചുകൊണ്ട്. ആ അടച്ചു മൂടിയ കെട്ടിടത്തിനുള്ള കോറിഡോറിൽ OPDയുടെ മുമ്പിൽ കൂട്ടം കൂടി നിന്ന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഗ്രേപ്സ് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് വളരെ മനോഹരമായി ജി ഹെൽത്ത് എന്ന ആപ്ലിക്കേഷനിൽ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല ഹോസ്പിറ്റലുകളും അവരുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ വെബ്സൈറ്റിൽ അത് ലിങ്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യർക്ക് പറ്റുന്നില്ല എങ്കിൽ ഗ്രേപ്സിൻ്റെ അതിനെ പ്ലഗ് ആൻഡ് പ്ലേ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുണ്ട്. ഗ്രേപ്സ് തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. അവിടെ നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സിൽ പോയിട്ട് അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഓൺലൈൻ ടോക്കൺസ് എനേബിൾ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആകും, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആകും. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ നിന്ന് പേഷ്യൻറ്റ് പോർട്ടലിലേക്ക്, പേഷ്യൻറ്റ് സോഫ്റ്റ്വെയറിലേക്ക് ആ ഇൻഫർമേഷൻസ് എല്ലാം അവർക്ക് അവൈലബിൾ ആയിരിക്കും. സോ അവരുടെ ലാബ് റിസൾട്ടുകൾക്ക് വേണ്ടി അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ആപ്ലിക്കേഷനിൽ കിട്ടുമെന്നതുകൊണ്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിച്ച് വളരെ പെട്ടെന്ന് അവർക്ക് പോകാം. ഡിജിറ്റലി കണക്റ്റഡ് ഫാർമസി ആയതുകൊണ്ട് തന്നെ, വേദ ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫാർമസിയുടെ മുമ്പിൽ മാക്സിമം ഒരു 3 മിനിറ്റ്സ് അതിന് മേലുള്ള ഒരു പേഷ്യൻറ്റും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. സോ നമ്മുടെ ഈ ഒരു പനി കാലം ഫീവർ ക്ലിനിക്കുകൾ ഏറ്റവും പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആക്കി മാറ്റുന്നതിന് നമ്മുടെ ഹോസ്പിറ്റൽ ഒരുങ്ങാം. അതിന് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് നമുക്ക് സെറ്റാക്കാം. പേഷ്യൻസ് എത്ര മനോഹരമായിട്ട് ആ ഒരു വിസിറ്റിനെ പ്ലാൻ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സിന് അവരെ സഹായിക്കാൻ പറ്റും ഈ ദിവസങ്ങളിൽ. താങ്ക് യു.